നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ മനോഹരമായിട്ടുള്ള ഘോഷയാത്രയും അന്നദാനവും ഒക്കെ അതിൻ്റെ വീഡിയോകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിനിടക്കാണ് മറ്റൊരു നാട്ടിൽ നടന്ന ഒരു തല്ലിന്റെ വീഡിയോ, അതും പള്ളിയുടെ ഉള്ളിൽ മിഹ്റാബിന്റെ ഏറ്റവും അടുത്ത് വെച്ച് ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലത്ത് നടക്കുന്ന ഒരു അടിയുടെ വീഡിയോ ആണ് പുറത്തു വരുന്നത്. മീഡിയ വണ്ണാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടും കാണാനായിട്ടായി മീഡിയ വണ്ണിൽ വന്നേ. അതിതാണ്, ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണം, സംയുക്ത പ്രസ്താവനമായി പോഷക സംഘടനാ നേതാക്കൾ. ഇങ്ങനെ രണ്ട് റിപ്പോർട്ടാണ് ഇപ്പൊ ഇന്ന് ഈ രീതിയിൽ കാണാനിടയായത്. ഇനിയിപ്പോ വേറെ കൂടുതൽ വന്നുക്കണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നൊക്കെ നമ്മൾ കണ്ടത് നബിദിനത്തിന്റെ സന്തോഷകരമായിട്ടുള്ള ഘോഷയാത്രയും അതുകൊണ്ട് കുട്ടികളും ഒക്കെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതൊക്കെ. നമ്മളെ പോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കളായിരിക്കുന്ന ഹൈന്ദവർ വരെ നബിദിന ഘോഷയാത്ര രീതിയിൽ കൂടുകയും അവർക്ക് സ്വീകരണം കൊടുക്കുന്ന കാഴ്ചയൊക്കെ കാണാനിടയായി. എന്റെ തൊട്ടടുത്ത നാടായിരിക്കുന്ന മൂർക്കനാട് പോലും അമ്പല കമ്മിറ്റിയാണ് കുട്ടികളെ മധുരം നൽകി സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണാനിടയായി. ഇത് കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. അതിലിടക്കാണ് ഇപ്പൊ പള്ളിയുടെ ഉള്ളിൽ വെച്ച് മിഹ്റാബിന്റെ ഉള്ളിൽ അടുത്ത് വെച്ച് പോലും ഈ അടി നടക്കുന്നത്. വളരെ വേദന തോന്നിപ്പോവാണ്. ഇതെന്താണ് വിഷയം എന്നുള്ളത് ഇതിന്റെ റിപ്പോർട്ട് തന്നെ നമുക്കൊന്ന് കേട്ടോക്കാം. കോഴിക്കോട് വടകരയിൽ മാടാക്കര പള്ളിയിൽ സംഘർഷം. പള്ളി കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് സംഘർഷം. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇടപെട്ട പരിഹാരം കണ്ടിരുന്നെങ്കിലും വീണ്ടും സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. പോലീസ് ഇരു വിഭാഗത്തെയും പിരിച്ചുവിട്ടു. പോലീസ് എത്തി പിരിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇരു വിഭാഗത്താണ് വേറെടുത്താണ്. അപ്പോൾ ഇനിയിപ്പോ ഇതിന്റെ എതിരെ പല പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്ന ഒരു പള്ളിയുടെ ഉള്ളിൽ പോലീസ് കയറി ബൂട്ടിട്ട് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ സാധ്യത ഉണ്ട് ആൾക്കാർ. അപ്പൊ അത്തരം ആൾക്കാരോട് പറയാനുള്ളത് പോലീസിനെ വിഷയത്തിൽ കുറ്റപ്പെടുത്തണ്ട. പോലീസിന് അവിടെ കയറാൻ അവസരം ഉണ്ടാക്കിയത് ആരാണ്? അവരാണ് ഇതിന്റെ 100% ഉത്തരവാദികൾ. അവര് മാത്രമാണ്. അല്ലാതെ പോലീസിനെ നിയമപാലകരെ ഈ വിഷയത്തിൽ ഒരാളൊന്നും പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇതിന്റെ റിപ്പോർട്ട് കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം. 2 വർഷത്തോളമായി പാടാക്കര പള്ളിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാടാക്കര പള്ളിയിലെ കമ്മിറ്റിയും അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിഷയത്തിന്റെ ഇതിന്റെ അവിടുത്തെ ഖത്തീബിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉള്ളത് അബ്ദുറഹ്മാൻ ഫൈസി പൊന്മള എന്ന വ്യക്തിയാണ് അവിടുത്തെ ഖത്തീബായി തുടരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് പാണക്കാട് കുടുംബം ഇടപെട്ടുകൊണ്ട് പരിഹാരം കണ്ടിരുന്നത്. അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ അദ്ദേഹത്തെ റമദാനിലെ ജുമുഅക്ക് അനുവദിച്ചുകൊണ്ട് പാണക്കാട് കുടുംബം അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൽപ്പിച്ചു. അതിനുശേഷം പക്ഷേ അദ്ദേഹം തുടരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ന് നബിദിനമാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ രാത്രി 8 മണിയോട് കൂടെ അവിടെ മൗലിദ് പാരായണം ഉണ്ടായിരുന്നു. അതിന് ഈ ഉസ്താദ് നേതൃത്വം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിന് അനുമതിയില്ല എന്നും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം മുന്നോട്ട് വെച്ചു. അതേസമയം അതിന്റെ ആവശ്യമില്ല, അദ്ദേഹം തന്നെ അതിന് നേതൃത്വം നൽകണം എന്ന് പള്ളി കമ്മിറ്റിയും ആ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം സങ്കീർണമായി തന്നെ തുടരുകയാണ്. പിന്നീട് പോലീസ് എത്തിക്കൊണ്ട് ഇരു വിഭാഗത്തെയും ലാത്തി വീശി അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷമാണ് ആ രംഗം ശാന്തമായത്. നിലവിൽ ചോമ്പാല പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പൊ 2 പക്ഷം ഉണ്ട് അവിടെ. അപ്പൊ എന്തായാലും അതിൽ ഒരു പക്ഷം ഈ പാണക്കാട് തങ്ങളെ നേതൃത്വത്തിലുള്ള പക്ഷമാണ്, അവരെ അനുകൂലിക്കുന്ന പക്ഷമാണ്, അവരെ കീഴിലായിട്ടുണ്ട് ഈ കമ്മിറ്റി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കമ്മിറ്റിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇപ്പൊ അവിടെ പിന്നെ മൂല്യരായിട്ടുള്ളത്. ഇപ്പോൾ അയാളെ താൽക്കാലികമായിട്ട് വെച്ചതാണെങ്കിലും അയാളാണ് ഇപ്പോഴും അവിടെ തുടർന്നു പോകുന്നത്. ചിലതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. താൽക്കാലിക നിയമനങ്ങളാണ് ഇപ്പൊ പല വിഷയത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരെ താൽക്കാലിക റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് അവസ്ഥ തന്നെ ആയിരിക്കും, മറിച്ചൊന്നും ആവില്ല, അത് അങ്ങനെ തന്നെ വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ ആ വിഷയത്തിലേക്കൊന്നല്ല ഇടപെടുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയം കണ്ടപ്പോ, ഈ പുണ്യദിനത്തിൽ ഇങ്ങനെ ഒരു വിഷയം കണ്ടപ്പോ, മുത്തുനബിയുടെ ജന്മദിനത്തിൽ ഇങ്ങനെ ഒരു അടി കണ്ടപ്പോ, ഇത്തരത്തില് ഈ മിഹ്റാബിന്റെ ഈ ഭാഗത്ത് പള്ളിയിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോ വളരെയധികം വേദന തോന്നിപ്പോയിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും പല അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പള്ളിക്ക് പുറത്തോ അല്ലെങ്കിൽ റോട്ടിലോ അല്ലെങ്കിൽ മറ്റൊരിടത്തൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. എങ്കിൽ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ വരെ ഈ വിഷയങ്ങൾ എത്തി എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഉസ്താദ് മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്. ഞാനത് കേൾപ്പിക്കുന്നില്ല അവിടെ, എങ്കിലും ഞാൻ ആ വിഷയം നിങ്ങളെ സൂചിപ്പിക്കാം. അപ്പൊ അദ്ദേഹം അതിൽ പറയുന്നത് കുറെ കാലങ്ങളായിട്ട് പള്ളികളിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാ പറയുന്നത്. മദ്രസ പൊട്ടിച്ച പ്രശ്നമോ ഇങ്ങനെയുള്ള ഉസ്താദ്മാരെ തച്ച പ്രശ്നം ഒന്നുമില്ല. പക്ഷെ വേറെ കുറച്ച് ആൾക്കാർ വരുന്ന സമയത്താണ് ഇത് കൂടുതൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോ ഇത് തന്നെയാണോ ഇപ്പൊ സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. കാരണം ഇപ്പോ ഭരണം മാറ്റം വന്നു, ആളുകൾ എത്തി. അപ്പൊ അതിന്റെ പിന്നാലെയാണ് ഇപ്പോ ഇങ്ങനെ വന്നിട്ട് ഈ സമസ്ത മുഷാവറയിൽ നിന്ന് ഉമർ ഫൈസി മുക്കത്തെ നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. നോക്കണം കളെ.
അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കാണുകയാണ്. ഇനി ഇത് മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഉസ്താദിനെ കൂടി വേറൊരാള് തല്ലുന്നതായിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇങ്ങനെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ട്. പലതും കാണേണ്ടി വരും. കാരണം നമ്മളെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടല്ലോ, സമസ്ത, ഇത് ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയത് എന്തിനാ നിങ്ങൾ? നമ്മളെ യഥാർത്ഥ ദീനിന്റെ തനതായിരിക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യകാലത്ത് ഇതിനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു പള്ളിയിലെ ഒരു ഉസ്താദ് ഉണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളുണ്ട്, അവർ പറഞ്ഞാൽ ജനങ്ങൾ അത് അവർ ഇങ്ങനെ പറഞ്ഞു ഉൾക്കൊണ്ട് ഇങ്ങനെ പോകും. വലിയ വലിയ ഉസ്താദുമാരും കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, വലിയ സൂഫികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ പറയുന്നതൊക്കെ അനുസരിച്ച് പള്ളിയിൽ ഉസ്താദിന് സംശയമൊക്കെ ചോദിച്ച് ഇങ്ങനെ പോയിരുന്നു. അതിനിടക്കാണ് ഈ ബിദഅത്തിന്റെ ആൾക്കാർ കയറി വന്നത്. ഈ ബിദഅത്തിന്റെ ആൾക്കാർ കയറി വന്നപ്പോൾ അവർ ഈ ആൾക്കാർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അവരെ ആശയങ്ങൾ കുത്തി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതിലടക്കാണ് അന്ന് പണ്ഡിതന്മാർ ഒക്കെ പാട് ചേർന്നിട്ടാണ് ഈ സമസ്തയെ രൂപീകരിച്ചത്. പിന്നെ ഇത്രകാല ലക്ഷ്യം തരുന്നത് ഈ സമസ്തയെ എങ്ങനെയെങ്കിലും പൊളിക്കണം തരുന്നു. അതിന് അവര് ആവോളം പണിയെടുത്തിട്ട് എന്ത് ചെയ്ത്, ഒരേ മനസ്സായിട്ട് ഒരേ രീതിയിൽ പോയിരുന്ന പണ്ഡിതന്മാരാണ് തെറ്റിച്ച്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ വേദന പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം ഈ അടുത്ത് നടത്തിയ അഭിമുഖത്തിൽ ഞാൻ അതൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. ഉസ്താദിനെയും അതുപോലെ തന്നെ EK ഉസ്താദിനെയും വേറെടുത്തിയ ഒരു കാര്യമാണ് ഇത് പറയുന്നത്. അത് ഞാനൊന്ന് കേൾപ്പിക്കാം നിങ്ങൾ. പിന്നീട് സമസ്തയിൽ എന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ആദ്യം എടുക്കുകയാണ്. അത് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തന്നെയായിരുന്നു. എന്നെ ഒരു കുറച്ചു കാലം പ്രവർത്തിക്കാതെ പെട്ടെന്ന് തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ആണ് സമസ്തയിൽ എന്നെ എടുത്ത ഉടനെ തന്നെ അധികാരം തന്നത്. അതൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു ചെയ്തത്. പക്ഷേ എന്തോ ആളുകൾ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചോ മറ്റോ ചെറിയ ഒരു വിടവ് അവർ നമ്മളുമായി പിന്നീട് ഉണ്ടായിപ്പോയി എന്നത് അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിലായ എന്തെങ്കിലും ചിലപ്പോൾ അതിലുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നല്ലാതെ ഞാനിന്ന് പറയുമ്പോൾ ഇതൊക്കെ ആയിട്ടും അദ്ദേഹത്തെ പറ്റി ഒരു ചീത്ത വാക്ക് ആരോടും പറഞ്ഞിട്ടില്ല, പ്രസംഗത്തിലും പറഞ്ഞിട്ടില്ല, സിറായിട്ടും പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല അവരെ നമ്മളെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അപ്പോൾ ഇത് കേട്ടല്ലോ ഉസ്താദ് പറയുന്നത്. അപ്പൊ അന്നുണ്ടായ ഒരു സംഭവമാണ്. അതിന്റെ പേരിലാണ് ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയാം, നമ്മൾ സുന്നികൾ തന്നെ ഈ വിഭാഗമായിട്ട് മാറിയത്. അതിനുശേഷം ഇവിടെ നടന്നത് എന്താണ്? ഒരേ ആശയത്തിലും ഒരേ ആദർശത്തിലൊക്കെ മനസ്സുള്ള ഒരേ ആൾക്കാരെ വിഭിന്ന രീതിയിലാക്കി, അല്ലെ, പരസ്പരം കുറ്റപ്പെടുത്തലാക്കി, തമ്മിൽ തല്ലിക്കലാക്കി പലതും ഇവിടെ നടത്തി. എന്തിനധികം പറയണം, ഒരുപാട് മഹല്ലിൽ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ വന്നു. അത് തന്നെ ഉസ്താദിന്റെ ആ അഭിമുഖത്തിൽ വളരെ വേദനപ്പെട്ട് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഇത് ഉസ്താദ് അതിൽ പറയുന്നുണ്ട്. ചെറിയൊരു ഭാഗം കൂടി അതിൽ നിന്ന് തന്നെ ഞാൻ കേൾപ്പിക്കാം. ഉസ്താദിന് ആദ്യമായിട്ട് അസൂയാലുക്കളിൽ നിന്നും അതുപോലെ ഭൗതിക ശക്തികളിൽ നിന്നൊക്കെ വലിയ എതിർപ്പിന്റെ ഒരു തുടക്കം കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞതിന്റെ ഉടനെയാണല്ലോ ആരംഭിച്ചത്. സമസ്തയുടെ വിയോഗത്തിന് ശേഷം സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് നെഞ്ഞുകൂടെ നിന്ന് ഒരു സംവാദം നടത്താൻ ആരുണ്ട് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ കൊട്ടപ്പുറം സംവാദത്തിന്റെ വലിയ വിജയം, അതോടുകൂടിയാണ് ഉസ്താദിനോട് വലിയ ഒരു അസൂയുള്ളവർ, അതെ, അപ്പോഴാണല്ലോ. അതിനോടനുബന്ധിച്ച് നമ്മുടെ പണ്ഡിതന്മാരെ പരസ്പരം തെറ്റിക്കണം എന്ന നിലക്കുള്ള ചില പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുകയും അതിൽ പരസ്പരം തെറ്റിദ്ധാരണകൾ വളർത്തി കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഉസ്താദിന്റെ മർക്കസ് അടക്കമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം അടച്ചു കളയാൻ ഉസ്താദിനെ ഒരു സംഖ്യ തട്ടിപ്പ് നടത്തുന്ന ആളായി ചിത്രീകരിക്കുന്ന കുറേ ദിവസങ്ങളും രംഗങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല എൻ്റെ പേരിൽ പറയാത്ത ഒരു ആരോപണമില്ല, എല്ലാം പറഞ്ഞു നോക്കിയിട്ടുണ്ട്. സഭയിൽ മുബിഖാത്തിൽപ്പെട്ട എല്ലാ ആരോപണങ്ങളും നമ്മളെ പേരിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. നമ്മളതിൽ നിന്നെല്ലാം ബരിയാണ്, ഒഴിവാണ്. നോക്കൂ നിങ്ങൾ, ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉസ്താദിനെ ബുദ്ധിമുട്ടിച്ചത്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ. അപ്പോ ഇവിടെ വന്ന വിദഗ്ധക്കാരായിരുന്നു ഇതിന്റെ പിന്നിൽ. അവര് സുന്നികളെ രണ്ടാക്കുന്ന കാര്യത്തിൽ അവരോട് വിജയിച്ചു. എങ്കിൽ ഈ അടുത്ത കാലം മുതൽ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ EK സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നതോടുകൂടി അവര് കുറെയൊക്കെ സുന്നി പറിച്ചത് തുടങ്ങി. പിന്നീട് അവർ സുന്നി പറഞ്ഞ് അവർക്ക് എന്താണ് സമസ്തയുടെ ആദർശം എന്നുള്ളത് മനസ്സിലായി. ഇപ്പോ അവര് സുന്നി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പോ മറുഭാഗത്ത് തന്നെ മറ്റുള്ള അതിൽപ്പെട്ട ആളുകൾക്ക് തന്നെ പറ്റുന്നില്ല. അവർക്ക് ഈ വഹാബിയുമായിട്ട് കൂടിക്കലർന്ന് ഇങ്ങനെ പോകണം എന്നുള്ളതാണ് അവരെ ചിന്ത. ഇത് സമസ്തക്കാർക്ക് പറ്റൂല, യഥാർത്ഥ സമസ്തയുടെ ആദർശത്തിലുള്ളവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് കാന്തപുരം ഉസ്താദ് കന്നാണ്ട് ഇറങ്ങിപ്പോകുന്നത്. എന്നീ വർത്തമാന കാലത്ത് ഇത് നമ്മളുടെ മുന്നിൽ സത്യമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവര് ഈ പഴയ സമസ്തയുടെ യഥാർത്ഥ ആദർശത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അവരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വിഭാഗം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് പോകുന്നു, മറ്റുള്ളവര് സമസ്തയുടെ യഥാർത്ഥ ആശയം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പോഴാണ് ഈ തർക്കങ്ങളും വിവാദങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ പള്ളിയിൽ നടന്ന അടിയുടെയും ഏതാണ്ടൊക്കെ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ പഴയ പോലെ തർക്കങ്ങളോ വിവാദങ്ങളോ ഒന്നുമില്ല. കാന്തപുരം ഉസ്താദ് അതിന്റെ രീതിയിൽ നിന്നോ അവർക്ക് പള്ളിയായി, മഹല്ലായി, മദ്രസയായി അഭിമാനത്തോടു കൂടി ഇന്ന് തലയുയർത്തി നടക്കുന്നു. മറ്റുള്ളവർക്ക് ഇന്നും അവിടെ നിന്ന് ആ ആലയിൽ നിന്നും ഊരാൻ പറ്റിയിട്ടില്ല. അതിന്റെ
ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇപ്പൊ അവർ ഊരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കാത്തൊരവസ്ഥയാണുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് അതൽ വിട്ടുകൊടുക്കേണ്ടി വരും. ആ സമസ്ത EK വിഭാഗം എങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിലാണ് പോയിരുന്നത്, അത് ആ രീതിയിൽ തന്നെ പോകുള്ളൂ. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. ഇപ്പൊ കണ്ടങ്ങള് ആ മഹല്ലും കമ്മിറ്റി വരെ അവരെ കൈവശത്തിലാണ്. സമസ്ത മുഷാവറ എന്ന് ഉമർ ഫൈസി നീക്കളന്ന് ആ വിഭാഗം എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ അടുത്ത ദിവസം ഉമർ ഫൈസി ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അതാവും ഒന്നും കൂടി അതിന് പറയാനുള്ള സ്ട്രോങ് അവർക്ക് ഉണ്ടായത്. എന്തൊക്കെ ആരോപണങ്ങളാണോ AP വിഭാഗത്തെ കുറിച്ച് മുന്നേ ഇവർ പറഞ്ഞിരുന്നത്, അതൊക്കെ ഇവർ തമ്മിൽ പരസ്പരം ആരോപിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും പുതിയ തലമുറയും പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്, സത്യം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും.